സാധ്യമായി നമ്മൾ പോകുന്നത് വിഴിഞ്ഞത്തേക്ക് തന്നെയാണ്. നേരത്തെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞൊരു പൊട്ടുപോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ എന്നുള്ളത്. എന്തായാലും അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം. എന്തായാലും പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കണ്ടെയ്നർ കപ്പൽ എത്തുന്നത്. പുറംകടലിലെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിരിക്കുകയാണ്. കപ്പലിനെ തുറമുഖത്തെത്തിക്കാൻ ടെക് പുറപ്പെട്ട് കഴിഞ്ഞു. വിഴിഞ്ഞത്തിറക്കാനുള്ള 2000 കണ്ടെയ്നറുകൾ ഉൾപ്പെടെ 8000-ഓളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട്. RB സനൂപിലേക്ക് പോകാം നമുക്ക് വിശദാംശങ്ങൾക്കായി. സനൂപ്, 4 ടെക് പുറപ്പെടുക, ഇവയെ ഈ മദർഷിപ്പിനെ കൊണ്ടുവരാൻ എന്നാണ് നേരത്തെ സനൂപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടെക് പുറപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം 10 മണിയോടുകൂടെ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ആ വാർത്തകളിലേക്ക് തന്നെ പോകാം. ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ജിൽസി, വിഴിഞ്ഞത്തേക്ക് ക്രെയിനുമായിട്ട് ആദ്യ കപ്പൽ ഷെൻഹുവ 15 എത്തിയപ്പോൾ തന്നെ അത് ചരിത്രമായിരുന്നു. ഇനിയിപ്പോൾ സാൻ ഫെർണാണ്ടോ വരുമ്പോൾ അതൊരു പുതിയ യുഗത്തിന് തുടക്കമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് സാൻ ഫെർണാണ്ടോ കാണാം, തെളിഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ തുറമുഖത്തിന്റെ അടുത്തായിട്ട് സാൻ ഫെർണാണ്ടോ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 4 ടക്ഷിപ്പുകളാണ് പുറപ്പെട്ടിട്ടുള്ളത്. ഇതിനെ ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ടക്ഷിപ്പായിട്ടുള്ള ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35, ഓഷ്യൻ പ്രസ്റ്റീജ്, അങ്ങനെ 4 ടക്ഷിപ്പുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൂറിംഗ് പ്രക്രിയ, അതായത് ഇതിനെ ഈ പുലിമുട്ടിനകത്തേക്ക് കയറ്റി നേരെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കും. 10 മണിയോടുകൂടി തന്നെ അത് പൂർത്തിയാവും എന്നാണ് കരുതേണ്ടത്. നിലവിലിപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അല്പം കാർമേഘങ്ങളൊക്കെ വന്നു തുടങ്ങിയെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ കപ്പലിനെ ബർത്തിൽ അടുപ്പിക്കുന്നതിന് തടസ്സമാകില്ല. കാരണം കടൽ ശാന്തമായിട്ട് തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രക്രിയ നടക്കും. ഈ ടെക് എന്താണ് ചെയ്യുക? ഈ ടെക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക ഇതിനെ ബർത്തിലേക്ക് അടുപ്പിക്കാനായി? ജിൽസി, ഈ വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനി എന്ന കമ്പനിക്കാണ് ഈ മൂറിംഗ് പ്രോസസിന്റെ ചുമതല. അതായത് ഈ വലിയ കപ്പലായിട്ടുള്ള സാൻ ഫെർണാണ്ടോയെ ഈ ബർത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ചുമതല വാട്ടർ ലൈൻ ഷിപ്പിംഗ് പ്രൈവറ്റ് കമ്പനിക്കാണ് അദാനി ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. ഈ ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി വേണം ഈ 300 മീറ്റർ നീളമുള്ള ഈ കൂറ്റൻ മദർഷിപ്പായിട്ടുള്ള സാൻ ഫെർണാണ്ടോയെ ഈ ബർത്തിലേക്ക് പുലിമുട്ടിന്റെ അകത്തൂടെ കയറ്റി നേരെ ബർത്തിലേക്ക് അടുപ്പിക്കേണ്ടത്. 600 മീറ്റർ നീളം ആണ് നിലവിൽ പൂർത്തിയായിട്ടുള്ള ബർത്തിന്റെ നീളം. 800 മീറ്ററാണ് ഒന്നാം ഘട്ടത്തിന് വേണ്ട നീളം. പക്ഷെ അത് 600 മീറ്ററോളം പൂർത്തിയായിട്ടുണ്ട്. 300 മീറ്റർ നീളമുള്ള ഈ കപ്പലിനെ സുഗമമായിട്ട് തന്നെ ബർത്തിൽ അടുപ്പിക്കാൻ കഴിയും. ഈ ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടിയാണ്, ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഉന്തിയും മറ്റുമൊക്കെ ഇത് പുലിമുട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ എത്തുമ്പോഴേക്കും, ഏകദേശം അടുത്തെത്തുമ്പോഴേക്കും ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ എഞ്ചിനുകൾ ഓഫ് ചെയ്യും. എഞ്ചിനുകൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടി തള്ളി പുലിമുട്ടിനകത്തൂടെ കയറ്റി നേരെ ഈ ബർത്തിലേക്ക്, ഈ അപ്പുറത്ത് കാണുന്ന ബർത്തിലേക്ക് എത്തിക്കുന്നത്. ഈ സാൻ ഫെർണാണ്ടോയിൽ ഏകദേശം 8,000-ഓളം 8,000 മുതൽ 9,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പലാണ്. ഈ കപ്പലിൽ നിന്ന് 2,000-ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഇവിടെ വിഴിഞ്ഞത്ത് ഇറക്കും. അതിനുശേഷം കപ്പൽ വൈകുന്നേരത്തോടു കൂടി യൂറോപ്പിലേക്ക് തിരിക്കും. അപ്പം ഈ പറയുന്ന 2,000-ഓളം കപ്പൽ നാളെ ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഈ യാർഡിൽ അടുക്കിയിരിക്കുന്ന 2,000-ഓളം കണ്ടെയ്നറുകളാണ്. ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനവും കപ്പലിന്റെ സ്വീകരണവും ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത ദിവസം, അതായത് 13-ാം തീയതി ശനിയാഴ്ച, ഈ പറയുന്ന കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫീഡർ കപ്പലുകളും മുന്ദ്രയിൽ നിന്നും കൊളംബോയിൽ നിന്നും 2 ഫീഡർ കപ്പലുകളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആണ് ഈ ട്രയൽ റൺ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2-3 മാസത്തോളം ട്രയൽ റണ്ണൊക്കെ നടത്തി തുറമുഖത്തിന്റെ ശേഷിയും തുറമുഖത്തിന്റെ പ്രക്രിയകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവലോകനമൊക്കെ ചെയ്ത് അതിനുശേഷമായിരിക്കും കമ്മീഷനിങ്ങിലേക്ക് കടക്കുന്നത്. സർക്കാർ തന്നെ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് ഇത് തുറമുഖം കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കമ്മീഷൻ ചെയ്യാൻ വേണ്ട നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാരും കടക്കുന്നത്. എന്തായാലും ഒരു പുതിയ യുഗം പിറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ഒരു ചരക്ക് കപ്പൽ, അത് ഒരു കൂറ്റൻ മദർഷിപ്പ് അല്ലെങ്കിൽ പോലും ചെറിയൊരു മദർഷിപ്പാണ്. കാരണം വലിയ മദർഷിപ്പാണെങ്കിൽ 400 മീറ്ററിന് മുകളിൽ
നീളമുള്ള മദർഷിപ്പുകളാണെങ്കിൽ അതിൽ 14,000, 15,000, 20,000 ഒക്കെ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള വലിയ വലിയ കപ്പലുകളുണ്ട്. ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ മെർക്സ് എന്ന കമ്പനിയുടെ കപ്പലാണ്. ഈ കപ്പൽ വന്നതിന് ശേഷം ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാളും കൂറ്റൻ വലിയ വലിയ കപ്പലുകളാണ് വിഴിഞ്ഞത്തെ വരാൻ പോകുന്നത്. എന്തായാലും ഈ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത്. അപ്പോൾ അതുകൊണ്ട് അധികം ആളുകളൊന്നും കാണാൻ എത്തിയിട്ടില്ല. പറ്റുന്നിടത്തൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ അത് കാണിക്കാൻ കഴിയില്ല, കാരണം പാറക്കെട്ട് മറ്റൊക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ ഇവിടെയായിട്ടൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. ആദ്യമായിട്ട് വരുന്ന ചരക്ക് കപ്പലിനെ കാണാനും ആർപ്പുവിളികളോടെ സ്വീകരിക്കാനും. തൊട്ടപ്പുറത്ത് പോർട്ടിലാണെങ്കിൽ ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടക്ഷിപ്പുകൾ ടക്ഷിപ്പുകൾ ഏത് സമയത്തും തയ്യാറായി നിൽക്കുന്നതിന് വേണ്ടി അവിടെയായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ കറങ്ങി ഈ ടക്ഷിപ്പുകളുടെ സഹായത്തോടുകൂടി ഏകദേശം ഈ പറയുന്ന കപ്പൽ ചാനൽ വിട്ട് ഈ പറയുന്ന തുറമുഖത്തിന്റെ പ്രദേശത്തേക്ക് കടക്കുന്ന സമയത്ത് ടക്ഷിപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് സാൻ ഫെർണാണ്ടോ കപ്പലിനെ തുറമുഖത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. തുറമുഖത്തിനകത്തേക്ക് എത്തിയാൽ ഈ 600 മീറ്റർ പൂർത്തിയായിട്ടുള്ള ബെർത്തിന്റെ ഭാഗത്തേക്കാണ് അടുപ്പിക്കുന്നത്. 300 മീറ്റർ നീളമാണ് സാൻ ഫെർണാണ്ടോ കപ്പലിലുള്ളത്. കണ്ടെയ്നറിനകത്ത് എന്താണെന്നുള്ള കാര്യം സർക്കാരോ അദാനി ഗ്രൂപ്പോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ചരക്കുമായിട്ട് തന്നെയാണ് കപ്പൽ വരുന്നത്. അതാണ് സനൂപ്, ഇവിടെ എല്ലാവർക്കും അറിയേണ്ടിരുന്നത് കണ്ടെയ്നറിനകത്ത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു 2000-ഓളം കണ്ടെയ്നർ ഉണ്ട്, അതിനകത്ത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് സനൂപിനോട് ചോദിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല ചില ആളുകൾ സനൂപ് ഈ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കണ്ടെയ്നറുകളല്ലേ നമ്മുടെ കേരളത്തിലായതുകൊണ്ട് അതിനിപ്പോൾ ഇറക്കുന്നതിന് വല്ല തൊഴിലാളി സംഘടനകളുടെ തടസ്സം ഉണ്ടാവുമോ എന്നൊക്കെ തമാശയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി, വലിയ ഒരു നീണ്ട കാലയളവിൽ ഒരു കാത്തിരിപ്പ് അത് യാഥാർത്ഥ്യമാകുന്നു. വിഴിഞ്ഞം ഒരു അന്താരാഷ്ട്ര ലോജിസ്റ്റിക് ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ സനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെർസ്ലൈൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. ആ കമ്പനി തന്നെ ആദ്യം മദർഷിപ്പ് എത്തുന്നു എന്നുള്ളത് കൂടെ നമുക്കൊരു വലിയ നേട്ടമായി തന്നെ കാണണം, അല്ലേ? അതായത് ജിൽസി, ഡമ്മി പരീക്ഷണമല്ല. യഥാർത്ഥ കപ്പൽ വന്ന് യഥാർത്ഥ കണ്ടെയ്നർ, അതിൽ ചരക്കോട് കൂടിയുള്ള കണ്ടെയ്നറുകൾ അത് തന്നെയാണ് വിഴിഞ്ഞിറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രസക്തി വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് പറയേണ്ടിയത്. കാരണം ഇന്ത്യയിൽ നിരവധി തുറമുഖങ്ങളുണ്ട്, പക്ഷേ അവിടെയൊന്നും തന്നെ കൂറ്റൻ മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റില്ല. 400 മീറ്ററിനും അതിന് മുകളിലും നീളമുള്ള കപ്പലുകൾക്ക് അടുക്കാൻ പറ്റില്ല. അതിന് കാരണം കടലിലെ ആഴക്കുറവാണ്. ഇവിടെയാണെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാനലിന് വളരെ അടുത്താണ്. അതായത് ഏകദേശം 10-15 നോട്ടിക്കൽ മൈലിൽ വളരെ അടുത്തുകൂടിയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാനൽ കടന്നു പോകുന്നത്. മാത്രമല്ല സ്വാഭാവിക ആഴം എന്നത് 18 മീറ്ററിനും 20 മീറ്ററിനും ഇടയിൽ സ്വാഭാവിക ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ഈ തുറമുഖത്തേക്ക് കൂറ്റൻ കപ്പലുകൾക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ അത് വീണ്ടും കടൽ മാർഗം തന്നെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സജ്ജീകരിക്കുന്ന തരത്തിൽ ഇതൊരു ട്രാൻസ് ഷിപ്മെന്റ് ടെർമിനൽ തുറമുഖമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. കാരണം കരമാർഗത്തിലൂടെയും റെയിൽ മാർഗത്തിലൂടെയും ആയിരിക്കില്ല കൂടുതലും വിഴിഞ്ഞം വഴി ചരക്ക് നീക്കം നടക്കുക. അത് കടൽ മാർഗം തന്നെയായിരിക്കും. ഈ കൂറ്റൻ ഷിപ്പുകൾ വന്ന് ഇവിടെ കണ്ടെയ്നറുകളും ചരക്ക് ഇറക്കിയ ശേഷം അവ തിരിച്ചു പോകുന്നു. അതിനുശേഷം ഈ ചരക്ക് മറ്റ് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലേക്കും അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിനുശേഷം ചെറിയ കപ്പലുകൾ വരുന്നു, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നിലവിലിപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രക്രിയ നടക്കുന്നത് കൊളംബോ വഴിയും അതുപോലെ സിംഗപ്പൂർ പോർട്ട് വഴിയും ദുബായ് പോർട്ട് വഴിയും സലാല പോർട്ട് വഴിയും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ നമ്മൾ അങ്ങോട്ട് പണമടച്ചിട്ട് വേണം ഈ ചരക്കുകളൊക്കെ അവിടെ ഇറക്കാനും സൂക്ഷിക്കാനും. ഏകദേശം 2,500 കോടി രൂപയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്. ഇനി വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോഴേക്കും ഈ വിദേശ വിനിമയ വരുമാനം അത് വിഴിഞ്ഞത്തേക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരികയാണ്. 2,500 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരികയാണ്. സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും വലിയ നേട്ടം ഇതുവഴി ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ 1% വിഹിതം 2034 സംസ്ഥാന സർക്കാരിന് ലഭിക്കും. അത് പിന്നീട് 2%, ഏകദേശം ഒടുവിൽ 40% വരെ ഈ തുറമുഖത്ത് ലഭിക്കുന്ന വരുമാനം സംസ്ഥാന സർക്കാരിലേക്കും എത്തും. അതുവഴി കേരളത്തിനും നേട്ടം, രാജ്യത്തിനും നേട്ടം, തിരുവനന്തപുരത്തിന് നേട്ടം. അങ്ങനെ മൊത്തം ഇവിടെ ഒരു പോർട്ട് സിറ്റി വേണമെങ്കിൽ തയ്യാറാകും. പോർട്ട് സിറ്റി ആയിട്ട് തിരുവനന്തപുരം മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യവസായം വളരും, പ്രാദേശികമായിട്ടുള്ള വളർച്ചയുണ്ടാകും. അത്തരത്തിൽ വലിയ വലിയ നേട്ടങ്ങളായിരിക്കും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നത് കൂടി ഉണ്ടാകാൻ പോകുന്നത്.